ഹായ്. എമ്പുരാൻ ഒരു വലിയ എന്തോ ഒരു ഫെസ്റ്റിവൽ വന്നങ്ങാട്ട് തുടങ്ങാൻ നിൽക്കുന്ന പോലത്തെ ഒരു സംഭവം. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് നടന്നെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ചാനലുകളിൽ? കാര്യം വാർത്താ ചാനലുകൾ പോലും അതെല്ലാം മറന്നിട്ട് അവരുടെ മെയിൻ ചർച്ചാ വിഷയമായിട്ട് എത്ര ചാനലുകളാണ്, എത്ര എത്ര പരിപാടികളാണ് എമ്പുരാനെ പറ്റി ചർച്ച ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഒരു ഫെസ്റ്റിവൽ മൂഡായിപ്പോയി പെട്ടെന്ന്. ആ ഒരാഴ്ച, ഈ കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു വൈബായിപ്പോയി. ഇപ്പോൾ നമ്മളെപ്പോലെ അത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, അല്ലാത്ത ആൾക്കാരിലേക്ക് ഇത് എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതിന് ഇരു കൈ നീട്ടി സ്വീകരിച്ചു. എത്ര എത്ര യൂണിവേഴ്സിറ്റികൾ ഞാൻ കഴിഞ്ഞ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടർ ടി വിയിൽ വന്നത്, ഓസ്ട്രേലിയയിലെ ഏതൊരു യൂണിവേഴ്സിറ്റി അവിടുത്തെ സ്റ്റുഡൻസിന് ടിക്കറ്റ് എടുക്കാനുള്ള ക്യാഷ് വരെ കൊടുത്ത് ലീവ് അനുവദിച്ചെന്നുള്ളത്. അങ്ങനെ ബാംഗ്ലൂരത്തെ എത്രയോ കോളേജുകൾ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു, ഉടുപ്പിയിൽ ഏതൊരു കോളേജ് ഇതേപോലെ ലീവ് അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ ബാംഗ്ലൂരത്തെ ഒരു കോളേജ് 500 സ്റ്റുഡൻസ് ആണ് അവർക്കുള്ളത്, സ്റ്റാഫ് എല്ലാം കൂടി കൂട്ടിയിട്ട് അവരെല്ലാവരും കൂടി ടിക്കറ്റ് എടുത്ത് പോവുകയാണ്. കോഴിക്കോട് അങ്ങനെ പോകുന്നു, എറണാകുളത്ത് പോകുന്നു. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസും ലാലേട്ടൻ ഫാൻസിൻ്റെ പഴയ ആൾക്കാരൊക്കെ എല്ലാം സ്റ്റുഡൻസിനൊക്കെ അവധി കൊടുത്ത് എല്ലാവരും പോവുകയാണ് തിയേറ്റർ സിനിമ കാണാനായിട്ട്. അങ്ങനെ തൃശ്ശൂർ കോർപ്പറേഷനിലെ വാർത്ത ഞാൻ കണ്ടു ഇത് രാവിലെ തന്നെ. അവരെല്ലാവരും ഫുള്ള് 4:30-ക്കാണ് അവിടുത്തെ സ്റ്റാഫ് എന്ന് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് എവിടുന്നൊക്കെയോ ഒപ്പിച്ച് 4:30-ക്ക് ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫാമിലി, ആ കോർപ്പറേഷനിൽ അതിൽ വരുന്ന സ്ത്രീകൾ, പ്രായമായവരുണ്ട്, അല്ലാത്ത ഇവരെല്ലാം ഫാമിലിയായിട്ട് വെളുപ്പിന് 4 മണിക്ക് സിനിമയ്ക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടന്ന ഒരു സമയം കൂടിയാണിത്. ഇനി കുറച്ച് മണിക്കൂറും കൂടിയുള്ളൂ. എനിക്ക് ഇനി ഉറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇവിടെ 4:30-ക്കാണ്, ദുബായിൽ 4:30-ക്കാണ് ഷോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫാൻ ഷോ ആണ് ആദ്യം ബുക്ക് ചെയ്തത്, പക്ഷേ അത് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. കാര്യം ഇവിടെ ബാക്കി ഷോസ് വന്നായിരുന്നു, ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ ഇവിടെ വരുന്നപ്പോൾ എല്ലാ സിനിമകളിലെ ഷോസ് ഞാൻ നോക്കാറുണ്ട്, ആദ്യത്തെ ദിവസം എത്ര ഷോസ് ഉണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ അതിനകത്ത് ഈ സമീപകാലത്ത് ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ ഷോസ് വന്നത് ഒന്ന് മലൈക്കോട്ട് വാലുവിന് അത്യാവശ്യം നല്ല ഷോസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ മാർക്കോയ്ക്ക് നല്ല ഷോസ് ഉണ്ടായിരുന്നു, ആടുജീവിതത്തിനൊക്കെ ഉണ്ടായിരുന്നു. അത് ഏകദേശം 20-25 ഷോയൊക്കെയാണ് മാക്സിമം ഇവിടെ കൊടുക്കുന്നത് ഒരു ദിവസത്തേക്കുള്ളത്. പക്ഷേ ഇത് നാളത്തെ ഒരു ദിവസം എമ്പുരാന് കൊടുത്തിരിക്കുന്നത് ബുർജ്മാൻ മാളിൽ മാത്രം ഏകദേശം 70 ഷോസാണ് പോയിരിക്കുന്നത്. ഓക്കെ, 70 ഷോസ്. അതേപോലെ ദേരാ സിറ്റി സെൻറ്റർ, ഇതെല്ലാം ബോക്സ് സിനിമാസാണ്. ദേരാ സിറ്റി സെൻറ്ററിൽ 70-ന് മേലെ പോയിട്ടുണ്ട്. ഈ 2 സെൻറ്ററിൽ കൂടെ തന്നെ 140 ഷോസ് നാളെ. അപ്പോൾ ബാക്കി നാളെ ഉണ്ട്. ബാക്കിയുള്ള ഇവിടെയുള്ള ദുബായിൽ, UAE-യിലുള്ള കംപ്ലീറ്റ് തിയേറ്ററുകൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ പോയാലും 1500 ഷോസിന് എന്തായാലും നാളെ ഒറ്റ ദിവസം അവർ കളിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അത്രമാത്രം ഷോസ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഒത്തിരി ഷോസ് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് ഹൗസ്ഫുള്ള് ഇപ്പോൾ തന്നെ അവർ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഒത്തിരി ഷോസിൻ്റെ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിലവിൽ. ഇതൊരു വലിയ ഒരു മാറ്റം തന്നെയാണ്. ശരിക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പോലും ഇത്രയും വിചാരിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ഒരു ഓളായിപ്പോയി. ഇപ്പോൾ അത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഒരു 60% ഇതിൻ്റെ ഒരു ഓളത്തിന് കാരണം ലാലേട്ടനാണ്. ബാക്കി 40% അല്ലെങ്കിൽ അതിന് മേലേണ്ടി വരും ചിലപ്പോൾ പൃഥ്വിരാജിന്. ഒരു പൃഥ്വിരാജ് ഡയറക്ടോറിയൽ സ്കില്ലിനെയും അദ്ദേഹം ചെയ്ത സിനിമകളുടെ ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കി തന്നെയാണ് ആൾക്കാർ ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മുരളി ഗോപി എന്ന റൈറ്ററെ ഉള്ളൊരു വിശ്വാസം. അപ്പോൾ സമീപകാലത്ത് എല്ലാം തിളങ്ങുമെന്ന് വിചാരിച്ചിരുന്ന ഒത്തിരി മലയാള സിനിമകളുണ്ട് ലാലേട്ടന് വെച്ചിട്ടുള്ളത്, അതൊന്നും വേണ്ട വിധം എത്തിയില്ല. അതെല്ലാത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൂടിയായിരിക്കാം എമ്പുരാനിൽ കൊണ്ടങ്ങോട്ട് തീർത്തിട്ടുണ്ട്. കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു ചർച്ച ഉണ്ട്, ഇതിനകത്ത് അശ്വന്ത് കോക്കുണ്ട്. പുള്ളി അതിനകത്ത് പറഞ്ഞൊരു കാര്യം വ്യക്തമാണ്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഏത് ടൈപ്പിൽ പുള്ളി സിനിമ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. നല്ല ഒരു സ്ക്രിപ്റ്റ് ചെന്നാൽ പോലും അത് ലാലേട്ടനും കഴിഞ്ഞിട്ട് പറഞ്ഞു. ലാലേട്ടൻ്റെ അടുത്ത് മലൈക്കോട്ട് വാലുവിൽ ചെല്ലുന്ന സമയത്ത് പുള്ളിയുടെ നരേറ്റ് ചെയ്ത രീതിക്കല്ല എടുത്ത് വന്നപ്പോൾ പടം വലുതായി പോയി. അപ്പോൾ 2 ഭാഗങ്ങളായിട്ട് ചിത്രീകരിക്കേണ്ട അവസ്ഥ വന്നു. അത് ശരിക്കും പ്രീ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെയൊക്കെ പടം എന്ന് പറയുമ്പോൾ വ്യക്തമാണ് എന്തൊക്കെയാണെന്നുള്ളത്, എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് വ്യക്തമാണ്. അല്ലാണ്ട് സിനിമ തുടങ്ങിയതിന് ശേഷം സ്ക്രിപ്റ്റ് വലുതാക്കേണ്ട കാര്യമൊന്നും അവർക്ക് വന്നിട്ടില്ല. അപ്പോൾ അത്രയും വ്യക്തമാണ്. പ്രീ പ്രൊഡക്ഷനും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ അത്രയും തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ടി വേറെ അല്ലാതെ ചില്ലറ ചിലവുകളൊന്നും വരുത്താണ്ട് സിനിമയുടെ ആ ക്വാളിറ്റിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം അതാണ് അവർ പൃഥ്വിരാജ് ചെയ്യണത്. അതിൻ്റെ ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ലൂസിഫർ ബ്രോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പൃഥ്വിരാജിൻ്റെ അഭിനയം എത്രത്തോളം എത്തിയെന്ന് എനിക്കറിയില്ല, പക്ഷേ പൃഥ്വിരാജിൻ്റെ ഉള്ളിലെ ഒരു ഒബ്സർവർ, ഒരു ബിസിനസ്സുകാരൻ, കറക്റ്റായിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്കർ, കറക്റ്റായിട്ട് പുള്ളി എൻ്റർടൈൻമെൻറ്റിന് വേണ്ട എന്തൊക്കെയാണ് അതെല്ലാം പുള്ളി ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ട രീതിക്ക് നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ടാവും. കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ മുരളി ഗോപിയാണ് എഴുതിയെങ്കിൽ പോലും പൃഥ്വിരാജിൻ്റെതായിട്ടുള്ള ഒപ്പീനിയനും ആ സ്ക്രിപ്റ്റിനെ അതിൽ ആഡ് ചെയ്യാൻ അവർ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. പൃഥ്വിരാജിൻ്റെതായിട്ടുള്ള ഒരു പ്രേക്ഷക മനസ്സും അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സുകാരനും ആ സ്ക്രിപ്റ്റിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ രണ്ടുപേരും കൂടി സ്ക്രിപ്റ്റിന് തിരുത്തേണ്ടൽ വരുത്തേണ്ട സ്ഥലത്ത് നല്ലപോലെ ഇരുന്ന് ചിന്തിച്ച് വഴക്കൊക്കെ കൂടി ഇവർ സ്ക്രിപ്റ്റ് തിരുത്തിയിട്ടുമുണ്ട്. അത് നല്ല രീതിയിൽ വന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് പല ചർച്ചകളും കണ്ടപ്പോൾ മനസ്സിലായത്.
അപ്പോൾ ഇനി അധിക നേരങ്ങളില്ല, ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എന്തായാലും നാളെ അറിയാം. എന്തായാലും ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരിക്കലും ഒരു മോശം സിനിമയല്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണടച്ച ആൾക്കാർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പം പറയണ പോലെ ഇപ്പം ടീസർ കണ്ടു, ട്രെയിലർ കണ്ടു, ഇതൊന്നും കൊണ്ട് മാത്രമൊന്നും അല്ല. കാര്യം പൃഥ്വിരാജ് ചെയ്തു വെക്കണത് പൃഥ്വിരാജിന് അതിനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്